മറ്റൊരു വാർത്തയിലേക്കാണ്. വയനാട്ടിലാകെ കടുവ പേടിയാണ്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആ വാർത്ത ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിലുമൊക്കെ അവിടുത്തെ ആളുകൾ വലിയ ഭീതിയിലായിരുന്നു. കേണിച്ചിറയിൽ പശുക്കളെ കൊന്ന കടുവയെ മയക്കുവെടി വെക്കാൻ ഉത്തരവായിരിക്കുന്നു. RRT സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഈ കടുവയെ സ്പോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഏത് ഭാഗത്തുണ്ട് എന്നത് ഏകദേശം ലൊക്കേറ്റ് ചെയ്യാനെങ്കിലും സാധിക്കുന്നുണ്ടോ ഈ RRT സംഘത്തിനും വനം വകുപ്പിനും? വയനാട്ടിലെ കേണിച്ചിറയിലാണ് കടുവ പശുക്കളെ കൊന്നത്. ഏതായാലും ആ പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളായി വലിയ ആശങ്കയുണ്ട്. ഈ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇന്ന് തന്നെ ഇറക്കുമെന്നായിരുന്നു വനം മന്ത്രി രാവിലെ പറഞ്ഞത്. അത് ഏതായാലും ഇപ്പോൾ ഉത്തരവായി ഇറങ്ങിയിരിക്കുന്നു. ഇനി മയക്കുവെടി വെക്കുക ഒരു കൃത്യമായ ഒരു സ്ഥലത്ത്, അതിനെ അനുയോജ്യമായ ഒരിടത്ത് കടുവയെ കണ്ടെത്തുക, അതിനുശേഷം മയക്കുവെടി വെക്കുക എന്ന നടപടി മാത്രമാണ് ബാക്കിയുള്ളത്. സുജിത്ത്, കടുവയെ എവിടെയാണ് എന്ന് സ്പോട്ട് ചെയ്യാൻ, ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ വനം വകുപ്പിന്? അത്തരം ഒരു അന്വേഷണം തുടങ്ങുന്നതേ ഉള്ളൂ. RRT സംഘം സ്ഥലത്തെത്തി പരിശോധന തുടങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ഉത്തരവ് അല്പസമയം മുമ്പാണ് ഇറങ്ങിയത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഈ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. നോർത്തേൺ CCFന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി യോഗം ചേർന്നു. ആ കമ്മിറ്റി യോഗം ചേർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ കൃത്യമായ SOP, അതായത് ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ച ശേഷം മാത്രമേ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് നൽകാൻ കഴിയുകയുള്ളൂ. കേന്ദ്ര വനനിയമം അടക്കം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട SOP ഉണ്ട്. ഇതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള നടപടിയിൽ കടക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും നേരം വൈകാനുള്ള കാരണം. 2 മണിയോട് കൂടിയാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ ശക്തമായ സമരമാണ് രാവിലെ, ജനകീയ സമരമാണ് ഉണ്ടായത്. അതായത് 3 ദിവസത്തിനുള്ളിൽ കേണിച്ചിറ മേഖലയിൽ, നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, അവിടെയാണ് ഇത്തരത്തിൽ 4 കടുവകളെ ആക്രമിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉച്ചതിരിഞ്ഞ് 3:45 കൂടിയാണ് ആദ്യം വർഗീസ് എന്നയാളുടെ പശുവിനെ കടുവ ആക്രമിച്ച് കൊന്നത്. അതിന്റെ തൊട്ടു പിന്നാലെ ഇന്നലെ 3 കടുവകളെ, അതായത് ഇന്നലെ വൈകിട്ട് സാബു എന്ന ഒരു ക്ഷീരകർഷകന്റെ ഒരു പശുവിനെ ആക്രമിച്ചു, കൊന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെ 3:45 കൂടിയാണ് ഈ മറ്റൊരു ബേബി എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ തൊഴുത്തിലെത്തിയ കടുവ അവിടെയും 2 പശുക്കളെ ആക്രമിച്ച് കൊന്നത്. ഇത്തരത്തിൽ തോൽപ്പെട്ടി 17 എന്ന നമ്പറുള്ള കടുവയാണിത്. ഇത് കോൺഫ്ലിക്റ്റ് ആനിമലിന്റെ പട്ടികയിൽ പെടുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. കാരണം ഒരുപക്ഷെ പ്രായാധിക്യം മൂലമോ മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ മൂലമോ ആകാം ഇത് വേട്ടയാടാൻ കഴിയാതെ തല്ലുകൂടി തോറ്റ കടുവയാകാം. ചിലപ്പോൾ വനത്തിനകത്ത് ടെറിട്ടറി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തല്ലുകൂടി തോറ്റ കടുവയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നാട്ടിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനയാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും കടുവയെ പിടികൂടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പശുവിന്റെ ജഡം വെച്ചുകൊണ്ട് റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധത്തിന് ഇന്ന് കേണിച്ചിറ സാക്ഷ്യം വഹിച്ചതാണ്. ഇതിനുശേഷമാണ് യോഗം കൂടി തീരുമാനമെടുത്ത് ഒടുവിൽ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് നിലവിൽ ഇറങ്ങിയിരിക്കുന്നത്. RRT സംഘം പരിശോധന തുടരുകയാണ്. അങ്ങനെ എളുപ്പം സ്പോട്ട് ചെയ്യാവുന്ന ഒരു മേഖലയല്ല, ആനയല്ല, കടുവയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രതയോട് കൂടി മാത്രമേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇടപെടാൻ കഴിയൂ.